ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, അതായത് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയൊരു ടൈം ലാഗ് വരുന്നുണ്ട്. ആ ബ്രേക്ക് ഒരുപാട് സ്റ്റക്കാക്കി പിടിക്കണം. അത് സ്വിച്ചിൻ്റെയാണ്, അത് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് സൗണ്ട് പറയുന്നുണ്ട്. വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ വണ്ടി ഓടിയേക്കുന്നത് 24,550 കിലോമീറ്ററാണ്, 553 കിലോമീറ്ററാണ് നിലവിൽ ഇപ്പോൾ ഓടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും പുതിയ ടയർ, വലിയ പഴക്കമായിട്ടില്ല. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ബോഡിയുടെ ഭാഗത്തുനിന്ന് റബ്ബറൊക്കെ ചെറിയ ലൂസ് കാണിക്കുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് ബാക്കിൽ നിന്ന് ഉണ്ടെന്ന് ഒഴിച്ചാൽ വേറെ നോർമലായിട്ടുള്ള സൗണ്ടാണ്, വേറെ പ്രോബ്ലം ഇല്ല. കംപ്ലയിൻ്റ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോഡിയുടെ ചെറിയൊരു വൈബ്രേഷൻ, അത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ചെറുതായിട്ട് എന്തെങ്കിലും കാണിക്കും കേട്ടോ. ഞാൻ ഓടിച്ചു നോക്കി, അങ്ങനെ നമുക്ക് ഇറിറ്റേഷൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടൊന്നുമില്ല. ചെറിയ തോതിലുള്ള സൗണ്ട് ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തടച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കൂടുതൽ പൊടി കാര്യങ്ങൾ കയറി അടയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ക്ലച്ച് യൂണിറ്റ് അതേപോലെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അയച്ചാണ്. അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗവും ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലച്ചിലും ഇതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിങ്, കിക്കർ വീല് ഗ്രീസിങ്, അത് മാത്രമാണ് ക്ലച്ചിൽ വന്നുള്ളൂ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ച് ഓവറോളിങ് ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ രീതികളെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തതിൻ്റെ പ്ലേ ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി 2025 മോഡൽ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.1 കിട്ടുന്നുണ്ട് നിലവിൽ നോർമൽ രീതിയിൽ. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.95 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ കാലിപ്പർ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറായാലും പുതിയ ടയർ കിടക്കണം. ഫ്രണ്ട് ഷോക്കിൻ്റെ ആക്ഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നിലവിലില്ല കേട്ടോ. അതേപോലെ ബാക്കിലത്തെ ഷോക്ക് ഓപ്ഷൻ നമ്മൾ നോക്കി, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, നോർമൽ രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ വരുന്ന ഒരു ബ്രേക്ക് സ്വിച്ചാണ് കംപ്ലയിൻ്റ് കേട്ടോ. അത് നമുക്ക് ഒരുപാട് അമർത്തി പിടിക്കുമ്പോഴാണ് വരുന്നുള്ളൂ, കാരണം ആ സ്വിച്ച് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയേക്കണമെന്നാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അഴിച്ച് മാറ്റിയിടാം. ഏകദേശം നമുക്കൊരു 56 60 ആ റേഞ്ച് എന്താണോ അതിൻ്റെ സ്വിച്ചിൻ്റെ വരാം, അതൊന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നോർമൽ നമുക്കത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്, ചെറിയൊരു കോൺടാക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മാറ്റി സെറ്റ് ആക്കിയേക്കാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് വെച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് ഉള്ളൂ, വേറെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ബ്രേക്ക് സ്വിച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഒഴിച്ചാൽ വേറെ നോർമലായിട്ടുള്ള സർവീസ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഒരല്പം ലേറ്റായിട്ടാണ് വണ്ടി കയറിയേക്കണേ. അപ്പോൾ ഏകദേശം നമുക്കൊരു 7 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.